വാദിർ റഹ്മ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ മോൾഡിംഗ് ബെറ്റർ ഹ്യൂമൻസ് എന്ന കൺസെപ്റ്റ് വെച്ച് മോണ്ടിസറി മുതൽ +2 വരെയുള്ള ഒരു CBSE സ്കൂളാണ് വാദിർ റഹ്മ. ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് മോൾഡിംഗ് ബെറ്റർ ഹ്യൂമൻസ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക്കലി വാദിർ റഹ്മ ഇന്ന് കേരളത്തിലെ 4ാമത്തെ NABET അക്രഡിറ്റഡ് സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അടയാളപ്പെടുത്തപ്പെട്ട ഒരു സ്കൂളായി നമ്മൾ വളർന്നു കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് വാദിർ റഹ്മ. അതിൻ്റെ ഭാഗമായി നമുക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും മാത്രമുള്ള +1 +2 കോഴ്സുമുണ്ട്. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ലോകം മുഴുവൻ പരക്കാനും പറക്കാനും ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. ലോകത്തിൻ്റെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന ഈ സമയത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലെയും അഡ്മിഷൻ കിട്ടുന്ന രൂപത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നതാണ് നമ്മുടെ +2 അഥവാ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും മാത്രമുള്ള നമ്മുടെ YLP യങ് ലീഡേഴ്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതും സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ അഡ്മിഷൻ കിട്ടാൻ വേണ്ട പ്രത്യേക ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലഭ്യമായ കരിയർ കോച്ചുകളെയും അതുപോലെ തന്നെ അവരുടെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള ആളുകളെയും നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. ഇന്ന് ഞാനുള്ളത് ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ ലഭ്യമായ കോഴ്സുകൾ എന്തൊക്കെയാണെന്നതും ഇവിടെ സാധ്യതയുള്ള കരിയർ എന്തൊക്കെയാണ് എന്നതുമൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു 29 വയസ്സിൽ തന്നെ ഒരു സീനിയർ പോസ്റ്റിലെത്തിയിട്ടുള്ള ഫയാസ് മുഹമ്മദിനെ ലഭിച്ചിട്ടുള്ളത്. ഫയാസ് മുഹമ്മദ് ഈരാറ്റുപേട്ടക്കാരനാണ്. ഈരാറ്റുപേട്ടയിലെ പ്രശസ്തമായ അൽമനാർ സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ്. ശേഷം അദ്ദേഹം ഡിഗ്രി ചെയ്തിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ സൈബർ ഫോറൻസിക് എന്നതിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ന്യൂസിലാൻഡിൽ വന്ന് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിപ്ലോമ കൂടി ഇവിടുന്ന് സമ്പാദിച്ച ശേഷമാണ് ജോലിയിൽ കയറിയിട്ടുള്ളത്. സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഇവിടുത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ ആണ് സീനിയർ സൈബർ അനലിസ്റ്റായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ന്യൂസിലാൻഡിലെ സാധ്യതകളെക്കുറിച്ച്, ന്യൂസിലാൻഡിലെ പഠന സാധ്യതകളെക്കുറിച്ച്, ലോകത്ത് മുഴുവൻ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധ്യതകളെക്കുറിച്ച് ഒരുപാട് പറയാൻ കഴിയും. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ ഇൻ്റർവ്യൂവിലേക്ക് എനിക്ക് അവസരം തന്ന ഹുസൈൻ സാറിന് വളരെ നന്ദി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2019 ന്യൂസിലൻഡിൽ വന്നത്. ന്യൂസിലൻഡിൽ വരാൻ കാരണം എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് എൻ്റെ കരിയറിൽ ഒന്നും കൂടെ പ്രോഗ്രസ് ആകാൻ വേണ്ടി ഒരു കോഴ്സ് എടുത്താണ് ഞാനിവിടേക്ക് എത്തിയത്. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ഞാൻ ടോയ് ഹോമൈ പബ്ലിക് കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. ഞാനിപ്പോൾ സീനിയർ സെക്യൂരിറ്റി അനലിസ്റ്റായി മെയിൻ ഫ്ലൈറ്റ് ലിമിറ്റഡ്, അതൊരു ലോജിസ്റ്റിക് കമ്പനിയാണ്, അവിടെ വർക്ക് ചെയ്തു വരുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ സാധ്യതകളും ഇത് ടെക്നോളജി വളരുന്നതിൻ്റെ കൂടെ തന്നെ ഈ മേഖലയിലും വമ്പിച്ച വളർച്ചയും മാറ്റങ്ങളും ഉണ്ടാവും. അതിൽ ലോകത്ത് എന്തെല്ലാം സാധ്യതകളാണ് വരാനിരിക്കുന്നതെന്നും നമ്മുടെ പുതിയ തലമുറ അതിന് ഏതൊക്കെ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ന്യൂസിലാൻഡിൽ ഇതിൻ്റെ സാധ്യത ഇത്രമാത്രമാണ് എന്നതും എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ കൂട്ടി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചെടുക്കേണ്ടതെന്നും ഫയാസിന് പറയാൻ കഴിയും. സൈബർ സെക്യൂരിറ്റിയുടെ സാധ്യതകൾ പറയുന്നതിന് മുന്നേ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സൈബർ സെക്യൂരിറ്റി എന്നാൽ ഒരു കമ്പനിയുടെ യൂസർ എന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയീസും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ്വർക്ക്, ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു സൈബർ സെക്യൂരിറ്റിയിൽ എന്ന് പറയുമ്പോൾ അതൊരു ഒരൊറ്റ ഫീൽഡല്ല, അതിൽ പല പല ഫീൽഡുകളായി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൽ
സെക്യൂരിറ്റി മോണിറ്ററിംഗ് ഉണ്ട്, വൾണറബിലിറ്റി അനാലിസിസ് ഉണ്ട്, പെൻ ടെസ്റ്റിംഗ് ഉണ്ട്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെ ഓരോരോ തലത്തിലാണ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സെക്യൂരിറ്റി മോണിറ്ററിംഗ് ആണ്. സെക്യൂരിറ്റി മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ നമ്മൾ 24/7 ഒരു കമ്പനിയുടെ നെറ്റ്വർക്കും യൂസറിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് സെക്യൂരിറ്റി മോണിറ്ററിംഗ്. അപ്പോൾ നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം തുടങ്ങാൻ പറ്റുന്ന ഒരു ജോബ് ടൈറ്റിലാണ് സെക്യൂരിറ്റി അനലിസ്റ്റ്. ആ സെക്യൂരിറ്റി അനലിസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മളൊരു കമ്പനിയുടെ നെറ്റ്വർക്ക്, നമ്മളൊരു കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ കമ്പനിയുടെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിസിബിൾ ആകുന്നത് ഈ ഒരു ജോബ് ടൈറ്റിലാണ്. അപ്പോൾ അതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സാധ്യതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ്, നല്ല ബൂം ചെയ്ത് നിൽക്കുന്ന ഒരു ജോബാണെന്ന് എന്നെ സംബന്ധിച്ചോളം ഞാൻ പല ഓപ്പർച്യൂണിറ്റീസ് ന്യൂസിലൻഡിലാണേലും ഇന്ത്യയിലാണേലും ഇപ്പോൾ UAE എല്ലായിടത്തും നോക്കുന്ന ഒരാളാണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അൺഫിൽഡ് ടൈറ്റിലുകൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ നമുക്കുണ്ട്. അപ്പോൾ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബൂം ചെയ്ത് നിൽക്കുന്ന ഒരു ജോബ് റോളാണ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി. ഇപ്പോൾ സെക്യൂരിറ്റി മോണിറ്ററിംഗ് അല്ല, പെൻ ടെസ്റ്റിങ്, വൾണറബിലിറ്റി അനാലിസിസ്, ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും ഒരു സെക്യൂരിറ്റി ടീം അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് സാധ്യത. എസ്പെഷ്യലി ന്യൂസിലൻഡ് മാത്രമല്ല, ലോകത്ത് ഫുള്ള് സൈബർ സെക്യൂരിറ്റിയിൽ വളരെ സാധ്യതകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ സാധ്യതകൾ വരാനിരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് ബേസിക്കായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമാണ്. അവിടെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, അപ്ലൈഡ് മാത്സ് പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എത്രമാത്രം ഇതിന് തുടർന്ന് പോകേണ്ട സാധ്യതകളുണ്ട്, ഒന്ന് സയൻസ് വേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അതിലുണ്ട്. അതിനുശേഷം ഇവർ എന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾ പഠിച്ച അതേ സൈബർ ഫോറൻസിക് കോഴ്സാണോ പഠിക്കേണ്ടത്? അതെല്ലാം ഡിഗ്രിക്ക് പഠിക്കാൻ വേറെ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? PGക്ക് ഏത് ട്യൂഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന? ഉറപ്പായിട്ടും നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരാൾ സൈബർ സെക്യൂരിറ്റിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആ കോഴ്സിനോടും ആ ഫീൽഡിനോടുമുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒരുപാട് പേര് സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നില്ല. നമുക്ക് മെയിൻലി എന്താ പറയുക, ഒരു കുട്ടിക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് പറഞ്ഞെങ്കിൽ കമ്പ്യൂട്ടർ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടറിലെ അത്യാവശ്യ ടെക്നോളജി കാര്യങ്ങൾ അറിയുമെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും, ഒന്നും കൂടെ ബെനിഫിറ്റ് ആവും. പക്ഷേ ഇന്ന കമ്പ്യൂട്ടർ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. അതിലൊരാഗ്രഹമുണ്ടെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. അങ്ങനെയെങ്കിൽ +2 ശേഷം നമ്മുടെ വിദ്യാർത്ഥികളിൽ എക്സ്പേർട്ട് ആവണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് എത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണോ, അതല്ല നിങ്ങളെടുത്ത ഇതേ കോഴ്സ് തന്നെ സൈബർ ഫോറൻസിക് എടുക്കുന്നത് നല്ലതാണോ? അതുമല്ലെങ്കിൽ മറ്റേത് കോഴ്സാണ് ഡിഗ്രിക്ക് ഇവർ തിരഞ്ഞെടുക്കേണ്ടത് എന്നുകൂടെ പറഞ്ഞു കൊടുത്താൽ നന്നാവും. നമുക്ക് ഡിഗ്രിയിൽ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈബർ ഫോറൻസിക്കാണ് എടുത്തത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക കുട്ടികൾക്ക് ഒരു സൈബർ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് PG എടുക്കുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നോളജ് ഇല്ലാത്ത ഒരാൾ
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്നുള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റും, പക്ഷേ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. ആ കഷ്ടപ്പാട് ഒഴിവാക്കാൻ ഡിഗ്രിയിൽ നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ ഒരു സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ അത് അവരുടെ PG അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുകയും പിന്നെ ഒരു ജോലിയിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും കൂടെ ആ ജോലിയിൽ പെട്ടെന്ന് നമുക്കത് ഗ്രാസ്പ് ചെയ്ത് ഇൻവോൾവ്ഡ് ആകാൻ നമ്മൾ സഹായിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ PG കഴിഞ്ഞ ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുക സ്വാഭാവികമായിട്ടും കമ്പനികൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ആവശ്യപ്പെടുന്ന എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കുട്ടികൾക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്ന ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപദേശം കൂടെ അവർക്ക് കൊടുത്താൽ നന്നായിരിക്കും. ഒരു നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ജോലി. ഇപ്പോൾ ജോലിയിൽ പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി പോലുള്ള ഒരു ജോബിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് എത്രത്തോളം ആ ജോലിയിൽ ഇൻവോൾവ്ഡ് ആകാൻ പറ്റും എന്നാണ് കമ്പനികൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മെയിൻലി ഇപ്പം ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഒരു ജോലി കിട്ടാൻ. അപ്പോൾ ഞാൻ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സീനിയേഴ്സിനോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും കമ്പനികൾ നമ്മളെ കൺസിഡർ ചെയ്തതും ചില സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് സൈബർ സെക്യൂരിറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്തത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു നാട്ടിൽ ഇവിടെ ന്യൂസിലൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു സർട്ടിഫിക്കേഷൻ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാനൊരു സർട്ടിഫിക്കേഷൻ ചെയ്യുകയുണ്ടായി. അത് CEH എന്നാണ് പറയുന്നത്, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവർ തരും. ആ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് അവർ തരും. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് എനിക്ക് വളരെയേറെ ബെനിഫിറ്റ് ഉണ്ടായി. അത് കാരണമായി എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അതിനുശേഷം ഞാനിവിടെ ന്യൂസിലൻഡ് എൻ്റെ പഠനത്തിന് ശേഷം വീണ്ടും ഞാൻ കുറേ സർട്ടിഫിക്കേഷൻ റിസർച്ച് ചെയ്ത് കോംറ്റിയയുടെ സെക്യൂരിറ്റി പ്ലസ് ഉണ്ട്, നെറ്റ്വർക്ക് പ്ലസ് ഉണ്ട്. ഇതെല്ലാം ബേസിക് ഒരു ഒരു പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അത് നമുക്ക് ടഫല്ല, വളരെ ഈസിയായി നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും ഒരു നെറ്റ്വർക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡ് എന്താണെന്ന് ഒരു ബിഗിനർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മുടെ CV-യിലാണെങ്കിലും അത് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റോട് കൂടി ഇൻ്റർവ്യൂവിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് എനിക്ക് ആദ്യത്തെ ജോലി ഞാനിവിടെ സെക്യൂർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ന്യൂസിലാൻഡിൽ ഇപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡിലാവുന്നത്, ന്യൂസിലാൻഡിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? രണ്ടാമത് പിന്നെ ഇതിന് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ പ്രയാസപ്പെട്ട് ഇവിടെ വന്നാൽ എന്നാണ് നാട്ടിലേക്കാൾ അധികമായിട്ട് സാലറി വൈസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നമുക്ക് അധികമായി ലഭിക്കുന്നത്? നമുക്ക് ആദ്യം ന്യൂസിലാൻഡിൽ നമ്മൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ വളരെയേറെ ചാൻസുകൾ ഉള്ള ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. അപ്പം നാട്ടിലെ സംബന്ധിച്ചോളം നമുക്ക് ഒരു ജോലി ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമാണേലും, പക്ഷേ നമുക്ക് വേണ്ട രീതിയിൽ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ഒരു ജോലി നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും നമ്മുടെ പാർട്ട് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കി കമ്പനികൾ നമ്മൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് മെയിൻലി നമ്മുടെ പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സാലറി വൈസും വളരെയേറെ കൂടുതലാണ് ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിന് കിട്ടുക. അപ്പോൾ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് ഒരു ബേസ് എന്ന് വെച്ചാൽ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സെക്യൂരിറ്റി അനലിസ്റ്റിൽ ഒരു ജോബ് ടൈറ്റിലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കത് കിട്ടുകയാണെങ്കിൽ ന്യൂസിലൻഡിൽ ഒരു ആനുവലി ഒരു ഏകദേശം ഒരു 60,000 മുതൽ 75,000 വരെ ആനുവലി നമുക്കൊരു പൊസിഷൻ ആ ഒരു സീനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഒരു സാലറി ഇവിടെ കമ്പനികൾ നൽകുന്നുണ്ട്.
നാട്ടിൽ നിന്ന് 10-18 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ലോകത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് ന്യൂസിലാൻഡിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഫയാസിന് നാട്ടിൽ ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം നേട്ടങ്ങളുണ്ട്, അല്ല എന്തെങ്കിലും മാത്രം സമാധാനമുണ്ട്, അല്ല ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷന്, അതുപോലെ സാലറി വൈസുള്ള സാറ്റിസ്ഫാക്ഷൻ പോലത്തെ സാധനങ്ങളൂടെ പറഞ്ഞു കൊടുത്താൽ നന്നാവും തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നാട്ടിൽ ജോലി ചെയ്ത ഒരാളല്ല. നാട്ടിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 1-2 ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈമായിട്ട് ഞാനൊരു ജോലിക്ക് കയറിയിട്ടുള്ള ആളല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസാണ്. അപ്പം നമുക്കൊരു 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം എന്ന് നമ്മുടെ കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ നമുക്ക് ആ 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ 8 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ആരും ബോധർ ചെയ്യാറ്, നമ്മളെ ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് കോൾ വരികയോ ഒന്നും ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് പേഴ്സണൽ ടൈമാണല്ലോ, നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഔട്ടിങ് പോകണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 8 to 4 ആണെങ്കിൽ എനിക്ക് പിന്നെ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ ടൈമാണ്. അപ്പോൾ നമുക്ക് ഇനഫ് ടൈം നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടും. അതൊരു വളരെ ഇപ്പം എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞാനിവിടെ നമ്മുടെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. നമുക്കിവിടെ അവരോടെല്ലാം നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അതാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം എനിക്ക് ന്യൂസിലാൻഡിൽ എനിക്ക് കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട്സുകളുമായിട്ട് നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയും, നമുക്ക് എപ്പോൾ വേണേ നമുക്ക് കോളുകൾ നമ്മുടെ മാനേജറിൽ നിന്നാണെങ്കിലും നമ്മുടെ ക്ലയൻറ്റുകളിൽ നിന്നാണെങ്കിലും നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ വെച്ചൊക്കെ ഞാൻ അവരോട് പറയുന്നത് നമുക്കതൊന്നുമില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മുടെ വർക്ക് കഴിയുന്നു, നമ്മൾ വീട്ടിൽ വരുന്നു, പിന്നെ ഫുള്ളി റിലാക്സ്ഡ്. അപ്പോൾ അതാണൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ ന്യൂസിലാൻഡിൽ വന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പേഴ്സണലി ഞാൻ അതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഒരു ജോലി നിന്നുപരി നമുക്ക് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ സാധാരണ എല്ലാവരോടും പറയേണ്ടത് പോലെ തന്നെയാണ് ഫയാസ് സാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കടലാസുമായി ചെന്നാൽ പോരാ. അവരോട് ബാർഗെയിൻ ചെയ്ത് എനിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, ഇന്ന സാലറിക്ക് ജോലി ചെയ്യാൻ തയ്യാറുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ കയ്യിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. സർട്ടിഫിക്കറ്റിനപ്പുറം എനിക്ക് ഇന്നതെല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ എക്സ്പേർട്ടാണ്, ഞാനത് ക്വാളിഫൈഡ് ആണെന്ന് മാത്രമല്ല ഞാനതിൽ എക്സ്പീരിയൻസ്ഡാണ് എന്നുകൂടെ പ്രൂവ് ചെയ്താൽ അത് ആദ്യത്തെ ദിനം തന്നെ ജോലി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞു തോന്നുന്നത്. പിന്നെ വളരെ നല്ലൊരു കാലാവസ്ഥ, ഭൂമിയിൽ ഏറ്റവും സ്വർഗം എന്ന് പറയാവുന്ന ഒരു നാട്, ശാന്തവും സമാധാനമായി ജീവിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഒക്കെ ഇവിടെ ന്യൂസിലാൻഡിൽ ഉണ്ട്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നവർക്കും കുറച്ച് ദൂരെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു നല്ല സ്വർഗം തന്നെയാണ് ന്യൂസിലാൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ന്യൂസിലാൻഡ് ലോകത്ത് ഏറ്റവും മനോഹരമായ രാജ്യമാണ് എന്നത് നമുക്കെല്ലാം അറിയാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സൗത്ത് നോർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഈ രാജ്യങ്ങളിൽ ഓരോ സ്ഥലത്തും അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് ആസ്വദിക്കാനുള്ളത്. കഴിഞ്ഞ 1.5 മാസമായി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഫയാസിനെ പോലുള്ള ആളുകൾ ഇവിടെ തന്നെ താമസമാക്കിയിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫയാസ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വർക്ക് കൾച്ചറിലുള്ള വ്യത്യാസമാണ്. നാട്ടിലെ ഒരു വർക്ക് കൾച്ചറല്ല ഇവിടെയുള്ളത്. വളരെ സമാധാനവും ശാന്തിയും എല്ലാം വളരെ സോഫ്റ്റായിട്ടുള്ള ഓരോ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ സൈബർ സെക്യൂരിറ്റി പോലെയുള്ള ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനാദ്യം തന്നെ ഫയാസ് പറഞ്ഞു, നല്ല പാഷനേറ്റ് ആവണം. പാഷനാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കോഴ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഏത് ഡിഗ്രി എടുത്ത ആളുകൾക്കും ഇത് പഠിച്ചെടുത്ത് ജോലി നേടാവുന്നതാണ്. ജോലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് ഫയാസിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരുപാട് വിവരങ്ങളാണ് ഫയാസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയും സംശയങ്ങളുടെ കൊണ്ട് നമുക്ക് ഫയാസിനെ ബന്ധപ്പെടുകയും ചെയ്യാം. ന്യൂസിലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായവും ഫയാസ് നേരത്തെ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് നമുക്ക് വാദറഹ്മക്ക് ഫയാസിനോട് ഒരുപാട് കടപ്പാടുണ്ട്. നമുക്ക് ഇത്രയും വിവരങ്ങൾ നമ്മളോട് ഇത്രയും ഷെയർ ചെയ്തതിൽ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്.
വാദറഹ്മ ഗവേണിംഗ് ബോഡിക്ക് വേണ്ടി ഞാൻ എല്ലാ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.